സഞ്ജു എന്ത് നല്ലത് ചെയ്താലും ഗവാസ്കർ അപ്പോൾ കുറ്റം പറയും. ഗവാസ്കറിന് സഞ്ജുവിനെ ഇഷ്ടമല്ല. സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് ഗവാസ്കർ. എന്നാൽ ഇപ്പോൾ ഗവാസ്കർ രാത്രിക്ക് രാത്രി അഭിപ്രായം മാറ്റിയിരിക്കുകയാണ്. ഇന്ന് സഞ്ജു സെഞ്ചുറി അടിച്ചപ്പോൾ ഗവാസ്കർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക നാണം കെട്ടിയിരിക്കുകയാണ്. ഇന്ത്യക്ക് മുന്നിൽ അവർ തോറ്റുപോയി. സഞ്ജു ഇന്ന് 109 റൺസാണ് അടിച്ചു കൂട്ടിയത്. അതുപോലെ തിലക് വർമ്മ 120 റൺസും. ഇന്നത്തെ സഞ്ജുവിന്റെ സെഞ്ചുറി കണ്ട് ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു T20 സീരീസിൽ സഞ്ജു 2 സെഞ്ചുറി. സഞ്ജുവിന് എങ്ങനെയാണ് ഇത് സാധിച്ചത്? സഞ്ജുവിനെ പോലെ ഒരു കളിക്കാരൻ ഞാൻ കണ്ടിട്ടില്ല. സഞ്ജു പണ്ട് വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സഞ്ജുവിനെ പേടിച്ചേ മതിയാവൂ. ഇതുപോലത്തെ ഒരു താരം T20 ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കാനില്ല. സഞ്ജുവാണ് ഇനി T20 ഇന്ത്യയുടെ മെയിൻ ഓപ്പണർ. ഒരിക്കലും സഞ്ജുവിനെ മാറ്റരുത്. രോഹിത് ശർമ്മയ്ക്ക് ഒരു പകരക്കാരനുണ്ടെങ്കിൽ അത് സഞ്ജുവാണ്. രോഹിത് ശർമ്മ എങ്ങനെയാണ് കളിക്കാറ് അതിനേക്കാൾ മികച്ച രീതിയിലാണ് സഞ്ജു കളിക്കുന്നത്. അതുപോലെ തിലക് വർമ്മയും. തിലകിൻ്റെ ബാറ്റിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സഞ്ജുവും തിലകും ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇനി പേടിക്കാൻ ഒന്നും തന്നെയില്ല. സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ നാണം കെടുമെന്ന് ഞാൻ കരുതിയില്ല. സെഞ്ചുറി അടിച്ച സഞ്ജുവിനും തിലകിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഗവാസ്കർ വ്യക്തമാക്കി. ഗവാസ്കർ ഇപ്പോൾ സഞ്ജുവിനെ പുകഴ്ത്തി പറയുകയാണ്. സഞ്ജുവിൻ്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് ഗവാസ്കറിനെ മനസ്സിലായി. ഇനി സഞ്ജുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ സഞ്ജു മുതലാക്കുമെന്ന് ഗവാസ്കറിന് മനസ്സിലായി. സഞ്ജുവിനെ ഓപ്പണിങ്ങിലാണ് ഗംഭീർ പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സഞ്ജു മികച്ച റൺസ് നേടി. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. ഒരുപക്ഷെ രോഹിത് ശർമ്മയുടെ പകരക്കാരൻ സഞ്ജു തന്നെയായിരിക്കും. രോഹിത് ശർമ്മ കറക്റ്റ് സമയത്താണ് വിരമിച്ചത്. ഇനി അങ്ങോട്ട് സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ കത്തിക്കയറാം. വരാൻ പോകുന്ന T20 സീരീസിലും സഞ്ജു ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.